മലയാളത്തിൻ്റെ മഹാനടന് പോലും മാപ്പ് പറയേണ്ടി വന്ന ഒരു സാഹചര്യമാണ് നിങ്ങൾ രാഷ്ട്രീയം പറയുമ്പോൾ. നമ്മൾ ഈ സിനിമ ആർക്ക് വേണ്ടിയാണ് സെൻസർ ചെയ്യുന്നത്? നമ്മൾ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയാണോ സെൻസർ ചെയ്യുന്നത്? അതായത് ഇത് കുറച്ച് ആളുകൾക്ക് പൊള്ളിയിട്ടുണ്ട്, ചില സംഭവങ്ങളുടെ ഓർമ്മപ്പെടുത്തൽ എന്നുള്ള രീതിയിൽ കുറച്ച് ആളുകൾക്ക് നല്ലോണം പൊള്ളിയിട്ടുണ്ട്. ഖേദപ്രകടനത്തിന് ആവശ്യമുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് വളരെ വേദന തോന്നിയ ഒരു കാര്യമാണ് മോഹൻലാൽ അതിന് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടിട്ട പോസ്റ്റ്. സിനിമയെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ആരാണെങ്കിലും അവരുദ്ദേശിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സംഭവിക്കുന്നത്. മാത്രമല്ല ആ സിനിമയെ സംബന്ധിച്ചും അതിന് കൂടുതൽ കളക്ഷൻ കിട്ടുകയാണ് ഉണ്ടായത്. ഇങ്ങനൊരു സിനിമ ഇറങ്ങുന്നതുകൊണ്ട് ഹിന്ദുക്കളൊന്നും കരയുന്നില്ല. ഇവിടെ വേദനിക്കുന്നത് ഹിന്ദുവിനെ കച്ചവടമാക്കി മാറ്റിയ കുറച്ച് ആളുകൾക്കാണ്. പൃഥ്വിരാജിൻ്റെ മുൻ നിലപാടുകളും കൂടിയാണ് ഇവരുടെ മെയിൻ പ്രശ്നമായിട്ട് വരുന്നത്. മുമ്പ് ലക്ഷദ്വീപിൻ്റെ ഇഷ്യൂ വന്നപ്പോൾ പ്രതികരിച്ചു. അങ്ങനെ അവൻ പ്രതികരിക്കുന്നു. മതം പറഞ്ഞ് വോട്ട് പിടിക്കുന്ന ആരെയും നിങ്ങൾ എടുത്ത് നോക്കിക്കോളൂ, എല്ലാവരും പേടിപ്പിക്കുകയാണ് ചെയ്യുക. അവർക്ക് പറയാനുള്ളതൊക്കെ അവർ പറയും, അതിന് നമ്മൾ ആവിഷ്കാര സ്വാതന്ത്ര്യമായിട്ട് കാണണം. പക്ഷേ അവരിൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അത് സമ്മതിക്കില്ല എന്ന് പറയും. മുരളീഗോപി ശരിക്കും ഒരു കോലിട്ട് ഒരു കുത്തെടുത്തു, ആ അടിയിലുണ്ടായിരുന്ന എടുത്ത് പുറത്തിട്ടു. അത് അവർക്ക് സഹിച്ചില്ല. സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന സിനിമയുടെ വിമർശനമായിട്ട് ബന്ധപ്പെട്ട് വന്ന ആ ഭാഷ ആദ്യം സെൻസർ ചെയ്യേണ്ടതായിരുന്നു. അപ്പം മമ്മൂട്ടി ഫാൻ ചിലപ്പോൾ ചോദിക്കുമായിരിക്കും, അന്ന് മാപ്പ് പറഞ്ഞ് നിങ്ങളുടെ ഏട്ടനൊരു പോസ്റ്റ് ഇട്ടില്ലേ എന്ന് ചോദിക്കും. മോഹൻലാൽ എന്ന് പറയുന്ന നടൻ മലയാളികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് ആമുഖം പറയാൻ ഇവിടെ ഒരാളുടെ ആവശ്യമില്ല. കേരള സ്റ്റോറി വരുമ്പോഴാണെങ്കിലും കാശ്മീർ ഫയൽസ് വരുമ്പോഴാണ് ഇതിനൊക്കെ സിനിമയെ മാത്രം കാണൂ എന്ന് പറയുന്ന ആളുകൾക്ക് ഇത് കാണുമ്പോൾ വിഷമം ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആൾക്കാരങ്ങ് മറന്നോളൂ എന്ന് വിചാരിക്കുന്ന കാര്യം അങ്ങനെ ഇപ്പോൾ ഇവിടെ ആരും മറക്കില്ല. ഇനി ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നാളെ ഇതുപോലൊരു ഒരു രാഷ്ട്രീയം സംസാരിക്കുന്ന ഒരു സിനിമയെക്കുറിച്ച് എത്ര പേർ ചിന്തിക്കും? സിനിമയും സെൻസർഷിപ്പും എല്ലാ കാലത്തും ചർച്ച ചെയ്യപ്പെടുന്ന, എല്ലാ കാലത്തും കൊമ്പ് കോർക്കപ്പെടുന്ന രണ്ട് വിഷയങ്ങളാണ്. ഇപ്പോൾ ആ വിഷയത്തിലേക്ക് എമ്പുരാൻ എന്ന സിനിമ കൂടി വരികയാണ്. ഈ സിനിമയിലെ സെൻസർഷിപ്പിന് ശേഷം എന്തെല്ലാം മാറ്റങ്ങളാണ് സമൂഹത്തിലും സിനിമാ മേഖലയിലും ഈ സിനിമയിലും വരാൻ പോകുന്നതെന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിനായി നമുക്കൊപ്പം ഇന്നുള്ളത് സിനിമാ ക്രിറ്റിക്കും അതേപോലെ തന്നെ റിവ്യൂവറുമായ ഉണ്ണിയാണ്. നമസ്കാരം ഉണ്ണി. നമസ്കാരം ഉണ്ണി, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാലത്തും നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നതും അല്ലെങ്കിൽ എപ്പോഴും ഒരു വാഗ്വാദങ്ങളൊക്കെ ഉണ്ടാകുന്ന രണ്ട് വിഷയങ്ങളാണ് സെൻസർഷിപ്പും സിനിമയും. അതിനെപ്പറ്റി എങ്ങനെയാണ് ഉണ്ണിയുടെ ഒരു വീക്ഷണം? സിനിമ സെൻസർ ചെയ്യപ്പെടുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സർട്ടിഫിക്കേഷനുള്ള ലെവലിൽ നോക്കുമ്പോൾ അതൊരു ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പം ഏത് കാറ്റഗറി പെടുന്ന ആളാണ് സിനിമ കാണേണ്ടത് എന്നൊക്കെ ഒരു ധാരണ കിട്ടാൻ വേണ്ടി സെൻസറിങ് സർട്ടിഫിക്കറ്റ് അതൊരു നല്ല കാര്യമാണ്. പക്ഷേ ഈ കത്രിക വെക്കപ്പെടുന്നു എന്ന് പറയുമ്പോഴാണ് ഇതൊരു പ്രശ്നമാകുന്നത്. എന്തിന് ഈ കത്രിക വെക്കുന്നു? അത് ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, അവരുടെ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് സത്യസന്ധമായ ഒരു കാര്യത്തെ അവതരിപ്പിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള ഒരു ഘട്ടത്തിലേക്കൊക്കെ വരുമ്പോഴാണ് ഇതൊരു പ്രശ്നമായിട്ട് മാറുന്നത്. ആൻഡ് നിലവിലിപ്പം നമ്മൾ എമ്പുരാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ആദ്യം ഫീൽ ചെയ്തത്, നമ്മൾ ഈ സിനിമ ആർക്ക് വേണ്ടിയാണ് സെൻസർ ചെയ്യുന്നത്? നമ്മൾ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയാണോ സെൻസർ ചെയ്യുന്നത്? നമ്മൾ എന്താ പറയുക, ഒരു പെർട്ടിക്കുലർ പരാതി, അതായത് എഴുതി മറ്റേ വലിയ സംഭവമാക്കി മാറ്റാത്ത ഒരു പരാതിയോ അല്ലെങ്കിൽ സെൻസർ ബോർഡിൽ നിന്നോ ഒക്കെ വരുന്ന ഒരു വലിയ പ്രഷറിനും അപ്പുറത്തേക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് അങ്ങനെ തുടങ്ങിയതാണോ എന്നെനിക്ക് തോന്നിപ്പോയി. അതൊരു നല്ല ലക്ഷണമായിട്ടും എനിക്ക് തോന്നുന്നില്ല. കാരണം സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന സിനിമയുടെ വിമർശനമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഭാഷയും ആ ഭാഷ ആദ്യം സെൻസർ ചെയ്യേണ്ടതായിരുന്നു. അത്രയും മോശമായ ഭാഷയിൽ സിനിമാ പ്രവർത്തകരുടെ, അവരുടെ കുടുംബാംഗങ്ങളെ ഒക്കെ ഏറ്റവും അധിക്ഷേപിക്കുന്ന രീതിയിൽ ഉണ്ടാകുന്ന ഒരു അറ്റാക്ക് തന്നെ നടന്നിട്ട് അതിൻ്റെ ഭാഗമായി നമുക്ക് ഒരു സെൻസർഷിപ്പ് ഒരു കുറച്ച് സാധനങ്ങൾ കട്ട് ചെയ്യാം അല്ലെങ്കിൽ മാറ്റാം എന്നൊക്കെ തീരുമാനിക്കപ്പെടുന്നത്. പക്ഷേ അവിടെയും സെൻസർ ബോർഡിൻ്റെ ഒരു പ്രഷർ ഇല്ല എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അവധി ദിവസമായിരിക്കുമ്പോൾ പോലും അതിൻ്റെ സെൻസർഷിപ്പിന് ഒക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോയി എന്ന് പറയുമ്പോൾ അതിലുറപ്പായും ഒരുപാട് ഹിഡൻ പരിപാടികൾ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ പോലും ആ സിനിമയിൽ അതെന്തിനാണ് ആ പോർഷൻസ് കട്ട് ചെയ്യുന്നത് എന്നുള്ളതിൽ എനിക്കും ഒരു സിനിമാ പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ ആൻഡ് അവതരിപ്പിക്കപ്പെട്ട കാര്യത്തിൽ തെറ്റായ കാര്യങ്ങളൊന്നും അവതരിപ്പിച്ചിട്ടില്ലല്ലോ എന്ന തോന്നൽ എൻ്റെ ഉള്ളിലുള്ളിടത്തോളം എനിക്കത് ഒരു അനാവശ്യ സെൻസറിങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതിലേക്ക് തന്നെയാണ് നമ്മൾ വരുന്നത്. അതായത് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ആദ്യം സെൻസർ ചെയ്യപ്പെട്ട് പുറത്ത് വന്ന ഒരു സിനിമയാണ്. ആ സിനിമ പിന്നീട് ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ വളരെ കുറച്ച്, ഞാൻ ഇപ്പോഴും പറയുന്നതെന്ന് വെച്ചാൽ വലിയൊരു വിഭാഗം ആളുകളും സിനിമയ്ക്കും പ്രവർത്തകർക്കും ഒക്കെ പിന്തുണ അറിയിച്ച് വന്നിരിക്കുന്ന സമയത്ത് കൂടി വളരെ ഒരു കുറച്ച് വിഭാഗം മാത്രമായി വരുന്ന ആളുകളുടെ ഇതിന് വഴങ്ങിയാണ് എന്ത് സംഭവിക്കുന്നത്, ഈ ഒരു സെൻസറിലേക്ക് കടക്കുന്നത്. ഈ ഒരു സെൻസർഷിപ്പിന്, എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ അതിന് മുൻപും ഈ സെൻസർഷിപ്പിന് മുൻപും കണ്ടിരിക്കുന്ന ഒരാളാണ്. ആദ്യത്തെ ഷോ തന്നെ കണ്ടിരിക്കുക. ആ ഷോ കണ്ടതിന് ശേഷം ഇനി വരുന്ന എമ്പുരാൻ എത്രത്തോളം ഒരു വ്യത്യാസമായിരിക്കും ഉണ്ടാക്കുക ഈ ഒരു സിനാറിയോയിൽ, സോഷ്യൽ സിനാറിയോയിലും കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഭീഷണിക്ക് അനുസരിച്ച് മാറ്റം വരുന്നു എന്ന് പറയുന്നത് ഒരു പ്രശ്നമായി നോക്കുമ്പോഴും
ഞാൻ മനസ്സിലാക്കുന്നത് 2 മിനിറ്റ് 3 മിനിറ്റ് അടുത്താണ് അവർ സെൻസർ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒരു ബലാത്സംഗ രംഗമുണ്ട്, ഒരു ഗർഭിണിയായ സ്ത്രീയെ മോശമായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തു മാറ്റുമെന്നാണ് പറയുന്നത്. പക്ഷേ അത് മാറ്റുന്നത് കൊണ്ട് ഈ സിനിമ ഉണ്ടാക്കിയെന്ന് പറയുന്ന ഒരു 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 എന്താ പറയുക, അതായത് ഇത് കുറച്ച് ആളുകൾക്ക് പൊള്ളിയിട്ടുണ്ട്, ചില സംഭവങ്ങളുടെ ഓർമ്മപ്പെടുത്തൽ എന്നുള്ള രീതിയിൽ കുറച്ച് ആളുകൾക്ക് നല്ലോണം പൊള്ളിയിട്ടുണ്ട്. അപ്പോൾ അത്തരം പൊള്ളൽ അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിനെ ഓർമ്മപ്പെടുത്തി എന്നുള്ളതാണ്. അതായത് നമ്മൾ വേറെ കുറേ കാര്യങ്ങളൊക്കെ ഇട്ട് പുതിയ കുറേ സംഭവങ്ങളൊക്കെ അതിൻ്റെ പുറത്ത് കൊണ്ടിട്ട് നമ്മളിതിനെ മറക്കാൻ വിട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഈ സിനിമയ്ക്ക് സാധിക്കുന്നു. അതായത് ചില സിനിമ ഇറങ്ങിക്കഴിയുമ്പോൾ ആ സിനിമയിലെ ഈ സംഭവം ശരിക്കും ഇങ്ങനെ നടന്നതാണ് എന്നുള്ള ഡിസ്കഷൻസ് വരും. അതിലൊരുപാട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരുപാട് ഡിസ്കഷൻസ് വരും. അതുപോലെ ഇതിനെക്കുറിച്ച് എല്ലാവരും മറന്നിരുന്ന ഒരു സംഭവത്തെ വീണ്ടും ഓർമ്മിപ്പിക്കപ്പെടുകയുണ്ടായി എമ്പുരാനിലൂടെ. അത് ആ വിഷയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സംഭവങ്ങളെ ഓർമ്മിപ്പിക്കാതിരിക്കുക അല്ലെങ്കിൽ ഉള്ള ചരിത്രത്തിനെ മായ്ച്ചു കളയുക എന്നുള്ളത് പൊതുവെ ഭരണകൂട രീതികളാണ്. അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള തെറ്റുകളെയൊക്കെ ഒന്നെങ്കിൽ ആ ചരിത്രത്തിന് മുഴുവൻ മാറ്റി എഴുതുക, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ കുറച്ച് പൂക്കളും ഭംഗിയൊക്കെ വെച്ചിട്ട് അതങ്ങ് അടച്ചു വെക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഗോദ്ര ട്രെയിൻ തീവെപ്പും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആലോചിച്ച് നോക്കുമ്പോൾ ആ ഒരു തീ വെച്ചത് ആരാണ് എന്നുള്ളതാണ് ഇവിടെ ചോദ്യമായിട്ട് എല്ലാവരും ചോദിക്കുന്നത്. പക്ഷേ ആ തീവെപ്പ് ശരി സമ്മതിച്ചു, ആ തീ വെച്ചിട്ടുള്ള ആളുകളുണ്ടായിരുന്നു എന്ന് തന്നെ വെക്കുക. പക്ഷേ അതിനുശേഷം ഭരണകൂടം ഈ വിഷയത്തിനെ കൈകാര്യം ചെയ്തിരിക്കുന്നത് അങ്ങേയറ്റം, എന്നെ സംബന്ധിച്ച് ഞാൻ വായിച്ചിട്ടുള്ള ലേഖനങ്ങൾ വെച്ചിട്ട് അത്രയും അപലപനീയമായിട്ടുള്ള രീതിയിലാണ് അവർ ആ വിഷയത്തിനെ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. അത്രയും ആളുകളെ കൂട്ടക്കുരുതിക്ക്, അത് ഹിന്ദുവോ ക്രിസ്ത്യനോ മുസ്ലിമോ എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, അത്രയും മനുഷ്യരെ കൂട്ടക്കുരുതിക്ക് വിട്ടുകൊടുക്കുന്ന, അത്രയും ശ്രദ്ധയില്ലാതെയുള്ള അല്ലെങ്കിൽ പ്രത്യേക ശ്രദ്ധ കൊടുത്തുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് അവിടെ നടന്നിട്ടുള്ളത്. അതിനെ ഡിസ്കഷന് വെക്കുന്നു എന്നുള്ളതാണ് കുറേ ആളുകളെ പേടിപ്പിച്ചൊരു കാര്യം. എനിക്ക് തോന്നുന്നില്ല ആദ്യം ആരിത് കത്തിച്ചു എന്നുള്ളത് അവർ ഒരു പുകമറ ഉണ്ടാക്കുന്നതാണ്. പക്ഷെ അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ള ചർച്ചകൾ ഉണ്ടാവണം. എനിക്ക് തോന്നുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ അതുണ്ടാവും. ആ ചർച്ചകളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒന്നാണ് അതിൽ അവർ വില്ലന് കൊടുത്തിരിക്കുന്ന പേര്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് മാറ്റപ്പെടും എന്നൊക്കെ പറയുന്നുണ്ട്. യെസ്, പേര് എന്താണെന്നറിയോ, ഇതിലെ രസം എന്താണെന്ന് വെച്ചാൽ ആ മാറിയ പേരെന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇനി ഇവർ എത്ര സെൻസർ ചെയ്ത് കഴിഞ്ഞാലും ഇത് ചർച്ചയിൽ വന്നില്ല, ഇങ്ങനെ ഒരു പ്രശ്നം വന്നെങ്കിൽ ചിലപ്പോൾ അവർ ആ പേരങ്ങ് മറന്നുപോയേനെ. വീണ്ടും സത്യം പറഞ്ഞാൽ എൻ്റെ 12ാമത്തെ വയസ്സിലാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അന്ന് ഞാൻ വായിച്ചിട്ടില്ലാത്ത പത്ര കട്ടിങ്ങുകളും അന്ന് ഞാൻ കണ്ടിട്ടില്ലാത്ത ആർട്ടിക്കിൾസൊക്കെ ഞാൻ ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇട്ടിരുന്ന് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മിക്കുകയാണ്. അതായത് എൻ്റെ 12ാമത്തെ വയസ്സിൽ എനിക്ക് എന്ത് ബോധം ഉണ്ടാകാനാണ്, നാട്ടിൽ നടക്കുന്ന അതും ഗുജറാത്തിൽ നടന്നിട്ടുള്ള ഒരു കലാപം എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ എന്തോ നടക്കുന്നു എന്ന് പറയുന്ന അല്ലെ പത്രത്തിൻ്റെ ഹെഡിങ് അല്ലാതെ നമ്മളെ ഭയങ്കരമായിട്ട് മനസ്സിലിരിക്കുന്ന കാര്യങ്ങളില്ല. പക്ഷേ ഇതിന് ശേഷം അല്ലെങ്കിൽ ഇതൊരു വിവാദമായതിന് ശേഷം എന്തുകൊണ്ട് അപ്പോൾ ഈ പേരിന് എന്താ പ്രശ്നം, ഇപ്പോൾ പേരിൽ എന്തോ പ്രശ്നമുണ്ടല്ലോ, അപ്പോൾ പേരിൻ്റെ പുറകെ ഒന്ന് അന്വേഷിച്ച് പോകാം എന്നൊക്കെ പറയുന്ന കുറേ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ എനിക്കൊന്ന് സിനിമയെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ആരാണെങ്കിലും അവരുദ്ദേശിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സംഭവിക്കുന്നത്. മാത്രമല്ല ആ സിനിമയെ സംബന്ധിച്ചും അതിന് കൂടുതൽ കളക്ഷൻ കിട്ടുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ടിക്കറ്റ് ഇല്ല. ഞാനിതിൻ്റെ ടിക്കറ്റ്സൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ബുക്ക് മൈ ഷോയിൽ എത്ര പോകുന്നുണ്ടെന്ന്. ഒരു ഷോ പോലും നമുക്കൊരു ടിക്കറ്റ് പോലും കിട്ടാനില്ലാത്ത അവസ്ഥയിലായിരുന്നു. ഇനി സെൻസർ ചെയ്തതിന് ശേഷമുള്ള സിനിമ കാണാൻ വേണ്ടിയിട്ടും ആളുകൾ പോകും. അപ്പോൾ ഏതൊരർത്ഥത്തിൽ നോക്കിയാലും സിനിമയെ തോൽപ്പിക്കാൻ നോക്കിയത് ആരാണോ അവർക്കുള്ള തിരിച്ചടി പോലെയാണ് കാര്യങ്ങൾ സംഭവിച്ചതെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പം ലൂസിഫറിലേക്ക് നോക്കുമ്പോൾ അവിടെ കുറേം കൂടി ബ്രോഡായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതെ, അത് ഒരാളെ കൊന്നുകൊണ്ട് തീരുന്നതല്ല, അല്ലെങ്കിൽ ആ ഒരാളെ ആ സമയത്ത് കൊല്ലുന്നത് ഇങ്ങോട്ടേക്കുള്ള ആ വരവ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഇയാളെ ഇല്ലാതാക്കുന്നത് കൊണ്ട് കേരളത്തിലേക്കുള്ള വർഗീയതയുടെ വരവ് തടയാനൊന്നും അവർക്ക് പറ്റില്ല. പക്ഷേ ഒരു വ്യക്തിയെ കൊല്ലുന്നതായിട്ട് അത് ഒതുക്കി കളഞ്ഞു. വ്യക്തികൾ തമ്മിൽ അങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും ഒരു റിവെഞ്ച് മോഡായി പോയി അല്ലേ. ആ സിനിമയിൽ ഉണ്ടാകുമായിരുന്ന ഒരു ഇമ്പാക്റ്റിനെ കുറച്ച് കണ്ടു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ എന്താ പറയുക, ഈ ചില സംഭവങ്ങളെ ഓർമ്മിപ്പിക്കാൻ അത് കാരണമാവുന്നു എന്നുള്ളത് അപ്പോഴും എനിക്ക് അതിൻ്റെ ഒരു പോസിറ്റീവായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഈ സിനിമ സെൻസർ ചെയ്യപ്പെടുന്നതിന് മുൻപുള്ള ഒരു ഇതിലേക്ക് തന്നെ സിനാറിയോയിലേക്ക് നമുക്ക് പോകാം. ആ സിനാറിയോയിൽ ഇതിൻ്റെ റൈറ്റർ ഉൾപ്പെടെയുള്ള ആളുകൾ, റൈറ്റർ ആയിക്കോട്ടെ, ഡയറക്ടർ ആയിക്കോട്ടെ, അഭിനേതാക്കളായിക്കോട്ടെ, അവരെടുത്തിരിക്കുന്ന ഒരു കറേജ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു നമ്മുടെ ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ സിനാറിയോയിൽ അത് വളരെ വലിയൊരു സ്റ്റേറ്റ്മെൻ്റ് ആണത്. ഇങ്ങനെ ഒരു വിഷയം എടുക്കുക, അതിനെക്കുറിച്ച് സംസാരിക്കുക, അതൊരു ചർച്ചയാക്കുക എന്നുള്ളതൊക്കെ ഒരു വലിയ ഇതായിരുന്നു. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു ചർച്ചയാക്കാൻ എടുത്തൊരു ബ്രേവ്നെസ് അല്ലെങ്കിൽ ആ ഒരു ധൈര്യം എന്ന് പറയുന്നത് ഇടയ്ക്ക് എവിടെയെങ്കിലും ഒന്ന് ചോർന്നു പോയതായോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ആ ഒരു സിനിമ വീണു പോയതായോ തോന്നുന്നുണ്ടോ ഇപ്പോഴത്തെ ഈ ഒരു മാറ്റങ്ങളനുസരിച്ച്? എനിക്ക് വളരെ വേദന തോന്നിയ ഒരു കാര്യമാണ് മോഹൻലാൽ അതിന്
ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടിട്ട പോസ്റ്റ്. നമ്മൾ ഇപ്പം കോൺഗ്രസ്സുകാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും BJPക്കാരെയും ഒക്കെ നമ്മൾ വിമർശിച്ച് ഇതിന് മുമ്പും സിനിമകൾ വന്നിട്ടുണ്ട്. ഗുജറാത്ത് കലാപത്തിനെ തന്നെ അനുസ്മരിപ്പിക്കുന്ന അല്ലെങ്കിൽ അത്തരം രംഗങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള സിനിമകൾ വന്നിട്ടുണ്ട്. അപ്പോഴൊന്നും എന്താ പറയുക, ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഈ സിനിമയെ ഇങ്ങനെ ഇല്ലാതാക്കുന്ന അത്തരം ശ്രമങ്ങൾ ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ആക്ച്വലി കൊള്ളേണ്ടടുത്ത് എവിടെയോ കൊണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ ആദ്യ കാഴ്ചയിൽ പെട്ടെന്ന് മനസ്സിലാവാത്ത ലേയേഴ്സായി അവതരിപ്പിക്കാൻ ആ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതൊരു ആസ് എ ക്രിയേറ്റീവ് വർക്ക് അത് അങ്ങനെ അപ്രിഷ്യേറ്റ് ചെയ്യപ്പെടണം. ആ ലേയേഴ്സിനെ ഇല്ലായ്മ ചെയ്യുന്നത് പോലെയാണ്, അല്ലെങ്കിൽ അതിനും അപ്പുറത്ത് നമുക്ക് കച്ചവടമാണ് വലുതെന്ന് പറയുന്നത് പോലെയാണ് അവിടെ ഖേദം പ്രകടിപ്പിക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ സംഭവിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഖേദപ്രകടനത്തെ അപ്പം മൊത്തത്തിൽ കാണുന്നത് എങ്ങനെയാണെന്ന്? അതങ്ങനെ ആയിരുന്നില്ല വേണ്ടിയിരുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഖേദപ്രകടനത്തിന് ആവശ്യമുണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയും അതിൽ മേജർ രവി പോലെ ഒരാൾ ഇടപെടുകയും അദ്ദേഹം അതിന് വന്നൊരു ഇൻട്രോ കൊടുക്കുകയും മോഹൻലാൽ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന്, അതായത് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ മലയാളികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് ആമുഖം പറയാൻ ഇവിടെ ഒരാളുടെ ആവശ്യമില്ല. പക്ഷേ മേജർ രവി എന്ന് പറയുന്ന ഫിഗർ അവിടെ ഉൾപ്പെടുമ്പോൾ ഞങ്ങൾ ഫോഴ്സ്ഫുള്ളി ഇദ്ദേഹത്തിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ടുണ്ട്. അവർക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്, ഞങ്ങൾ പറയുന്നതൊക്കെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്, ഞങ്ങൾ പറഞ്ഞതിനോടും എന്താ പറയുക ഒരു അതിനോടൊരു സിമിലർ സാധനം വന്നതുകൊണ്ട് പുള്ളി മാപ്പ് പറയാൻ തയ്യാറായിട്ടുണ്ട്. അങ്ങനെയല്ലല്ലോ അത്. ഈ ഇൻട്രൊഡക്ഷൻ ഒന്നുമില്ലാതെ മോഹൻലാൽ ഇതേ ഖേദപ്രകടനം നടത്തി കഴിയുമ്പോൾ അത് ആർക്കെങ്കിലും വേദനയായിട്ടുണ്ടെങ്കിൽ ശരി, ഞങ്ങൾ അതിനോട് മാപ്പ് ചോദിക്കുന്നു, എന്താണ് മാറ്റം വരുത്തേണ്ടതെന്ന് ഞങ്ങൾ ചർച്ച ചെയ്തോ അല്ലെങ്കിൽ ഞങ്ങൾ അതിലേക്കൊരു തീരുമാനത്തിലേക്ക് എത്താം എന്ന് പറയുന്നതിന് പകരം ഇത്രയും അറ്റാക്ക് ഉണ്ടായി, ഈ അറ്റാക്കുകളൊക്കെ ലീഡ് ചെയ്ത സംഘടനകളുമായി ചേർന്ന് നിൽക്കുന്ന ഒരാൾ വന്നിട്ട് പറയാണ് നമ്മൾ ഇത് സംസാരിച്ചിട്ടുണ്ട്, ഞാൻ എല്ലാവർക്കും വേണ്ടി ശരിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്ന പോലെ ഒരു ഇൻട്രോ ഒക്കെ കൊടുത്ത് പറയുമ്പോൾ അതൊരു അപേക്ഷയായി മാറിപ്പോയി. എന്താ പറയുക, ഒരു കീഴടങ്ങലായിപ്പോയി. അങ്ങനെ ഒരു കീഴടങ്ങലാക്കി അതിനെ മാറ്റാൻ പാടില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നി. വേദനയായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ നമ്മളതിനെ അഡ്രസ്സ് ചെയ്യും എന്ന് പറയുന്നതിനപ്പുറത്ത് അപേക്ഷിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു കീഴടങ്ങേണ്ട ഒരു സിറ്റുവേഷൻ അവിടെ ഇല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു പൃഥ്വിരാജ് ആണെങ്കിലും അത് ഷെയർ ചെയ്യുന്ന സമയത്ത് അതിന് പുള്ളിയുടെ കുറിപ്പുകളൊന്നും കൊടുത്തിട്ടില്ല. അതായത് അവരുടെ ഭാഗത്തു നിന്ന് അവർ ഉദ്ദേശിച്ചത് ഇത്രയാണുള്ളത്, നമ്മൾ ആർക്കെങ്കിലും വേദനയായിട്ടുണ്ടെങ്കിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാം അല്ലെങ്കിൽ അതിൽ മാറ്റങ്ങൾ വരുത്താം. പക്ഷേ ഇതിനെ ഒരു അപേക്ഷിക്കലോ ഒക്കെ ആക്കി മാറ്റിക്കളഞ്ഞു. അത് എന്താ പറയുക, സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്ന അറ്റാക്ക് ആണെങ്കിലും നമ്മൾ ഈ പറയുന്ന ഇതുപോലെ ചില ആളുകളുടെ സ്റ്റേറ്റ്മെൻറ്റുകളാണെങ്കിലും അതിനൊരു കീഴടങ്ങലാക്കി മാറ്റിക്കളഞ്ഞു. അതിനോട് എനിക്ക് വിഷമമുണ്ട്. ഇപ്പോൾ ഈ ആർക്കെങ്കിലും എന്ന് പറയുന്ന ഇപ്പം മോഹൻലാൽ തന്നെ പങ്കുവെച്ച ആ കുറിപ്പിൽ പറയുന്നുണ്ട് ആർക്കെങ്കിലും വിഷമമായിട്ടുണ്ടെങ്കിൽ എന്നുള്ളത്. പക്ഷേ തീർച്ചയായും ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പൊളിറ്റിക്കലി വലിയൊരു വിഷയം ഡിസ്കസ് ചെയ്യുന്ന ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് തീർച്ചയായും അവിടെ ആരെങ്കിലുമൊക്കെ വേദനിക്കും, അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ അത് കൊള്ളാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ അത്രയും തീരുമാനത്തോടെ ഇത് എടുത്ത സമയത്ത് തന്നെ ഇവർക്ക് തോന്നിയിട്ടുണ്ടാവാം ഇതൊരു വലിയ ഡിസ്കഷൻ ആവും, ഇത് വലിയൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ സിനിമ വെക്കുന്നത്, ഓർമ്മപ്പെടുത്തലുകളാണെന്ന് തീർച്ചയായും മനസ്സിലായിട്ടുണ്ടാവും. പിന്നീട് ഈ പറയുന്നത് പോലെ മേജർ രവി ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൻ്റെ പ്രിവ്യൂ കണ്ടില്ല മോഹൻലാൽ എന്നുള്ള ന്യായീകരണങ്ങളും, ശരിക്കും അത് ഈ ഒരു സിനിമ മുന്നോട്ട് വെച്ചിരുന്ന വലിയ ഒരു ആശയത്തെ ഇല്ലാതാക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ടോ? അതിനോട് എങ്ങനെയാണ്? എൻ്റെ അഭിപ്രായത്തിൽ സിനിമ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഒരു ഉദ്ദേശം അവർക്കുണ്ടായിരുന്നെങ്കിൽ അത് ഓൾറെഡി നടന്നു കഴിഞ്ഞു. അതിൻ്റെ ചർച്ചകളും ഇനിയും വരും ദിവസങ്ങളിൽ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ആളുകൾ കേൾക്കും, പറയും. ഒരു 3-4 വർഷം കഴിഞ്ഞുണ്ടാകുന്ന ഒരു ഫാൻ ഫൈറ്റിൽ 3-4 വർഷം കഴിഞ്ഞുണ്ടാകുന്ന ഇപ്പോൾ മമ്മൂട്ടി മോഹൻലാൽ ഫാൻ ഫൈറ്റ് നടക്കുകയാണ്. അപ്പം മമ്മൂട്ടി ഫാൻ ചിലപ്പോൾ ചോദിക്കുമായിരിക്കും, അന്ന് മാപ്പ് പറഞ്ഞ് നിങ്ങളുടെ ഏട്ടൻ ഒരു പോസ്റ്റ് ഇട്ടില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ഇവനെ തിരിച്ച് മറുപടി പറഞ്ഞേ പറ്റും, ഇതിന് എന്തുകൊണ്ട് ഇങ്ങനെ മാപ്പ് പറഞ്ഞു. അവനൊരു പക്ഷേ ഇത് റീവിസിറ്റ് ചെയ്തേക്കാം, അന്നത്തെ ഇഷ്യൂ എന്താണെന്ന് റീവിസിറ്റ് ചെയ്തേക്കാം, അങ്ങനെ ഒരു മാപ്പ് പറയേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് അവൻ അനലൈസ് ചെയ്തേക്കാം. അപ്പം 3-4 വർഷം കഴിഞ്ഞും ഈ സിനിമ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ ലക്ഷ്യങ്ങളും എന്താ പറയുക, ഒരു ഉപരിതലത്തിലാണെങ്കിൽ പോലും അത് വർക്ക് ചെയ്യും. അങ്ങനെ ഒരു ഗുണം ഈ സിനിമയ്ക്കുണ്ട്. കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ടാണെങ്കിലും. പിന്നെ എനിക്ക് തോന്നുന്നു അവർ കട്ട്സൊക്കെ വരുത്തുന്നത് ഇന്ത്യയിൽ മാത്രമാണ് ഈ സെൻസർഷിപ്പ് വരുന്നത്. അപ്പം പുറത്തുള്ള ആളുകൾ ഈ സിനിമ കാണുന്നുണ്ട്, പുറത്ത് ഇതിൻ്റെ പ്രിൻ്റൊക്കെ ഇറങ്ങുന്നൊരു സമയം വരും. അതിൽ തന്നെ ഒരു പ്രശ്നമില്ലേ, അതായത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ആളുകൾക്ക് ആർക്കൊക്കെ ഇതിന് ബുദ്ധിമുട്ടുണ്ട്. ശരിക്കും ഈ പടത്തിന് അല്ലെങ്കിൽ ഈ ഒരു സിനിമയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ശരി ഈ സമൂഹത്തിൽ ഇത് അംഗീകരിക്കപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ അതിലൊരു പ്രശ്നമില്ലേ? അവിടെ ഭരണകൂടമാണ് അതിലെ വില്ലൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇങ്ങനൊരു സിനിമ ഇറങ്ങുന്നതുകൊണ്ട് ഹിന്ദുക്കളൊന്നും കരയുന്നില്ല. ഞാൻ സിനിമ കാണുന്നത് മോഹൻലാൽ ഫാൻസായ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ നടുക്കിരുന്നിട്ടാണ്.
പുറത്തിറങ്ങി മറ്റേ ചെണ്ടമേളമൊക്കെ വെച്ച് ഡാൻസ് കളിക്കുന്നവരുടെ കൂട്ടത്തിലും ഞാൻ അങ്ങനെ വേദനിച്ച് നിൽക്കുന്ന ആരെയും കണ്ടിട്ടില്ല. ഹിന്ദുവിന് ഇവിടെ വേദനിക്കുന്നില്ല. ഇവിടെ വേദനിക്കുന്നത് ഹിന്ദുവിനെ കച്ചവടമാക്കി മാറ്റിയ കുറച്ച് ആളുകൾക്കാണ്, ഹിന്ദുവിനെ വിറ്റ കുറച്ച് ആളുകൾക്കാണ്. ഇപ്പോൾ ഈ ഗോദ്രയിലെ ട്രെയിൻ കത്തിയതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വരുന്ന സമയത്ത് മുസ്ലിങ്ങളൊക്കെ പാകിസ്ഥാനിൽ പോകണം, ഹിന്ദുക്കൾ മുഴുവൻ അപകടത്തിലാണ് എന്നൊക്കെ പറയുന്നത് പോലുള്ള മുദ്രാവാക്യങ്ങൾ, അല്ലെങ്കിൽ ഇതുപോലെ ഈ ഹിന്ദു മുസ്ലിം ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് ഹിന്ദുക്കൾ മുഴുവൻ അപകടത്തിലാണ് അല്ലെങ്കിൽ മുസ്ലിങ്ങൾ മുഴുവൻ അപകടത്തിലാണ്. ഇത് എല്ലാവരും വെക്കുന്ന ഒന്നാണ്. അതായത് ഹിന്ദുക്കളുടെ സൈഡിൽ മാത്രം ഉണ്ടാകുന്ന ആരോപണങ്ങളൊന്നുമല്ല, എല്ലാവരും പറയുന്ന ഒരു കോമൺ സാധനം ഇതാണ്. അതായത് നമ്മുടെ മതത്തിലുള്ള എല്ലാവരും അപകടത്തിലാണ് എന്ന് പറയുന്നൊരു ഇമേജ് ഇവർ ബിൽഡ് ചെയ്ത് വെക്കുകയാണ്. സത്യത്തിൽ എല്ലാവരും അപകടത്തിലല്ല. ഈ പേരിനെ ദുരുപയോഗം ചെയ്ത് അതിൽ നിന്ന് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കിയിട്ടുള്ള ആളുകൾ, നേട്ടം ഉണ്ടാക്കിയതിന് ശേഷം മറ്റൊരു ചൊല്ലുണ്ടല്ലോ, ഈ നാണം കിട്ടും പണം നേടിയാൽ നാണക്കേടാ പണം തീർത്തിടും എന്ന് പറയുന്നത് പോലെ, എത്ര കൊന്നുകൂട്ടി നമ്മൾ അധികാരം നേടിക്കഴിഞ്ഞാൽ അധികാരം കിട്ടിയാൽ ബാക്കി കുഴിച്ചു മൂടാം എന്ന് പറയുന്നൊരു ചിന്തയുണ്ട്. ആ ചിന്തയെ ഇത് ബ്രേക്ക് ചെയ്തു. അവർക്ക് വേദനയുണ്ടായി. അവരുടെ പ്രശ്നം, ഹിന്ദുവിനെ നിങ്ങൾ മോശമായിട്ട് കാണിച്ചു, അപ്പം നിങ്ങൾ മുസ്ലിമിനെ മോശമായിട്ട് കാണിക്കണം. അതുമാത്രമല്ല, ഏറ്റവും അവസാനം ആ മുസ്ലിം പയ്യൻ വന്ന് ഹൈന്ദവ നേതാവിനെ കൊന്നിട്ട് അവൻ ജയിച്ചിട്ട് പോവുകയാണ്. ഇതൊക്കെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള, ഇതിലെ സിനിമ എന്ന് പറയുന്ന ഒരു എലമെൻറ്റിനും അപ്പുറത്തേക്ക് ഇതിൽ മതം മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ മതത്തിനെ രാഷ്ട്രീയമായി ചേർത്ത് വിൽക്കുന്നതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവർക്കാണ് വേദന ഉണ്ടായത്. പിന്നെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നമുക്കിപ്പോൾ പറയാം, മോഹൻലാലും പൃഥ്വിരാജും ഒക്കെ ധീരതയുടെ മുഖങ്ങളായി മാറുകയും ഞങ്ങളൊന്നും മാറ്റാൻ തീരുമാനിക്കുന്നില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, നാളെ എന്താ പറയുക, ഈ സിനിമയെ ബാക്ക് ചെയ്തിട്ടുള്ള ഗോകുലം ഗോപാലൻ ഒരുപാട് ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റ് പരിപാടികളുണ്ട്. ഇവരൊക്കെയും വേറെ പലതരം ബിസിനസ്സുകൾ ചെയ്യുന്ന ആളുകളാണ്. പിന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതിൽ ED ഉണ്ട്. ഇവർ നിയമത്തിന് വിധേയമല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം പേടിച്ചാൽ മതി. പക്ഷേ നടത്തിക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ, കുറേ നാൾ, കുറേ സമയം, കുറേ മനസമാധാനം. മാത്രമല്ല ഇവരൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവാൻ ഇടയുള്ള ഒരു വളരെയധികം മാനസികമായിട്ടുള്ളൊരു പ്രഷർ ഉണ്ടാവും തീർച്ചയായിട്ടും. മോഹൻലാലിനോട് അടുത്ത വൃത്തങ്ങൾ, നമ്മൾ ഈ മേജർ രവി അടക്കമുള്ള ആളുകൾ നോക്കുമ്പോൾ അവർ പുലർത്തുന്ന ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്. അങ്ങനെയുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള ആളുകളാൽ ചുറ്റപ്പെടുമ്പോൾ ആ മനുഷ്യൻ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒരു പ്രഷർ ഉണ്ടാവും. ചിലപ്പം നാട്ടിലെവിടെയും പ്രശ്നം ഉണ്ടാവില്ല, എൻ്റെ ചുറ്റും നിൽക്കുന്ന 5 പേരായിരിക്കും പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ എനിക്കും തോന്നുന്നു നാട് മുഴുവൻ പ്രശ്നമാണെന്ന്. മറ്റേ സോഷ്യൽ മീഡിയയിലുള്ള പ്രശ്നങ്ങൾ കാണുമ്പോൾ ലോകം മുഴുവൻ പ്രശ്നമാണല്ലോ എന്ന് ചിന്തിക്കുന്ന പോലെ നമ്മൾ പുറത്തിറങ്ങി ബാക്കിയുള്ള മനുഷ്യന്മാരോടൊക്കെ പെരുമാറുമ്പോൾ കൊള്ളാം, ലോകത്ത് വലിയ പ്രശ്നങ്ങൾ കാര്യമായിട്ടില്ല എന്ന് തോന്നും എന്ന് പറയുന്ന പോലെ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളൊരു ഫീലായിരിക്കാം. അപ്പോൾ ഈ പറയുന്ന രാഷ്ട്രീയ നിലപാടുകളുള്ള ആളുകൾക്കുണ്ടായ വേദന ഇവരിലേക്ക്, ഈ സിനിമയുടെ പ്രവർത്തകരിലേക്ക് അവരെത്തിച്ച ഒരു രീതിയുടേതാണ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി നോക്കൂ, ഇപ്പോൾ നമ്മൾ ഈ സിനിമയെ പറ്റി സംസാരിക്കുന്ന സമയത്ത് മുരളി ഗോപി എന്ന് പറയുന്ന റൈറ്ററുണ്ട്, അതേപോലെ തന്നെ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ആക്ടറുണ്ട്, അതേപോലെ തന്നെ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഇതിൻ്റെ ഡയറക്ടറുണ്ട്. പക്ഷേ ഇത്രയും കാര്യങ്ങൾ നിൽക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നതെന്ന് പറയുന്നത് പൃഥ്വിരാജാണ്. നോക്കുന്ന സമയത്ത് നമ്മൾ ഈവൻ മോഹൻലാലിൻ്റെ പദവികളും മറ്റും എടുക്കണം, മിലിറ്ററി പദവികളും മറ്റും എടുക്കണമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതലായി പേഴ്സണലി ഭാര്യയെ അറ്റാക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ പൃഥ്വിരാജിന് ഈ പറയുന്നത് പോലെ IS ബന്ധമുണ്ടെന്ന് വരെ വ്യാഖ്യാനിക്കപ്പെടുന്ന ആളുകൾ, അത് ചെക്ക് ചെയ്യണമെന്ന് പറയുന്നവർ ED അയക്കുമെന്ന് പറയുന്നു. അങ്ങനെ പലതരത്തിലുള്ള ഏറ്റവും കൂടുതൽ ഭീഷണികളും ഏറ്റവും കൂടുതലായിട്ടുള്ള വിമർശനങ്ങളും അതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് പൃഥ്വിരാജിനാണ്. എന്തുകൊണ്ടായിരിക്കും പൃഥ്വിരാജിനെ മാത്രം ഇതിലൊരു ഏറ്റവും കൂടുതൽ അദ്ദേഹം ടാർഗറ്റ് ചെയ്യപ്പെടാൻ കാരണമായത്? ഒന്ന്, ഈ രാഷ്ട്രീയ ചായ്വുള്ള ആളുകളുടെ പ്രധാന ആരോപണങ്ങൾ ഏത് കാര്യത്തിലായാലും, ഇപ്പോൾ അവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഞാൻ പറഞ്ഞാൽ ഞാൻ പാകിസ്ഥാൻ ചാരനാണ്, അല്ലെങ്കിൽ എനിക്ക് IS ബന്ധം ഉണ്ടാവും, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ ED വിട്ട് എന്നെ അന്വേഷിപ്പിക്കണം, ഞാൻ ചിലവാക്കിയ 10 രൂപ ഏത് വഴിക്കാണ് പോയത് എന്ന് കണ്ടുപിടിച്ചേ പറ്റൂ എന്നൊക്കെ പറയുന്നത് പോലെ, ഇതൊക്കെയാണ് ഇവരുടെ രാഷ്ട്രീയ ആരോപണങ്ങൾ. മറ്റൊന്ന് സോഷ്യൽ മീഡിയയിലുള്ള ആക്രമണങ്ങളാണ്. അത് വളരെ മോശമായിട്ടുള്ള, അതും നമുക്ക് സഭ്യതയുടെ ഏത് അളവ് പോലും വെച്ച് നോക്കിയാലും ഏറ്റവും മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുക. അണികളെ കൊണ്ട് അങ്ങനെയും നേതാക്കളെ കൊണ്ട് ഇങ്ങനെയും പ്രതികരിപ്പിക്കുന്ന ഒരു രീതിയാണുള്ളത്. ഇതിൽ മോഹൻലാലിനെ അവർ അറ്റാക്ക് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർ വേണ്ടെന്ന് വെക്കുന്നത് മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്ന കുറച്ച് മലയാളി വോട്ടുകളും കൂടിയാണ്. അതായത് ഇത് കേൾക്കുമ്പോൾ എല്ലാ ഹിന്ദുക്കളും ഒന്നും വേദനിക്കില്ല. ചില ഹിന്ദുക്കൾ ഇതൊക്കെ കാണുമ്പോൾ വാട്സപ്പിൽ വരുന്ന ഫോർവേഡൊക്കെ കാണുമ്പോൾ ശരിയാണ്, നമ്മളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടില്ല എന്നിങ്ങനെ ചിന്തിക്കുമായിരിക്കും. പക്ഷേ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ മോഹൻലാലിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. ഇവർ മോഹൻലാലിനെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞാൽ, മോഹൻലാലിൻ്റെ മുൻപത്തെ സിനിമകളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ബ്ലോഗുകളാണെങ്കിലും ഒക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു രാഷ്ട്രീയ ചായ്വുണ്ട്. അതൊന്ന് പരിഗണിക്കുമായിരിക്കും അവർ. അതുകൂടാതെ മോഹൻലാലിനെ അങ്ങ് എഴുതി തള്ളിക്കഴിഞ്ഞാൽ നഷ്ടമാവുന്നൊരു വലിയ സെറ്റ് ഓഫ് വോട്ടുകളുണ്ട്. അദ്ദേഹത്തിന് അങ്ങനെ ഇവർക്ക് തള്ളിക്കളയാൻ പറ്റില്ല.
അത്രമാത്രം മലയാളികളുടെ ശീലങ്ങളുടെ ഭാഗമാണ് മോഹൻലാൽ എന്ന് പറയുന്നത്. മുരളി ഗോപി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹത്തിൻ്റെ അച്ഛൻ BJP മെമ്പറായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ പൃഥ്വിരാജിൻ്റെ മുൻ നിലപാടുകളും കൂടിയാണ് ഇവരുടെ മെയിൻ പ്രശ്നമായിട്ട് വരുന്നത്. മുമ്പ് ലക്ഷദ്വീപിൻ്റെ ഇഷ്യൂ വന്നപ്പോൾ പ്രതികരിച്ചു, അങ്ങനെ അവൻ പ്രതികരിക്കുന്നു എന്നാൽ അന്ന് ഓങ്ങി വെച്ചവന് ഇന്നൊരു വടി കിട്ടുമ്പോൾ അവൻ വെറുതെ ഒടിച്ച് ഒരടിയും കൂടി അടിക്കാൻ നോക്കും എന്ന് പറയുന്ന ഒരു സാധനമാണ്. അതിനപ്പുറത്തേക്ക് അവർ ഇന്ന് വരെ ഇത്രയും ദിവസത്തിനിടയ്ക്കും വളരെ വാലിഡ് ആയിട്ടുള്ള ആരോപണങ്ങളോ അതുമായി ബന്ധപ്പെട്ട തെളിവുകളോ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. കുറ്റം പറയുക, പേടിപ്പിക്കുക, ED വരും, നിങ്ങളെ പിടിക്കും, നിന്നെയൊക്കെ പൂട്ടുവിടാ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിലെ ആക്രോശങ്ങളുടെ ഒരു ED വേർഷൻ അത് മാത്രമാണ് അവർ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പൃഥ്വിരാജും അദ്ദേഹത്തിൻ്റെ ഫാമിലിയൊന്നും അങ്ങനെ ഇതിനെക്കുറിച്ച് വലിയതായിട്ട് ദുഃഖിക്കുന്നില്ല. മല്ലിക സുകുമാരൻ പോസ്റ്റ് ഇടുന്നത് അവർക്ക് കൂടി അടുത്തറിയാവുന്ന ആളുകളിൽ നിന്ന് ഇയാളെ ഒറ്റപ്പെടുത്തി അറ്റാക്ക് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ്. അല്ലാത്ത പക്ഷം ഈ ആക്രോശങ്ങൾക്ക് ഈ വിലയുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് അവരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൃഥ്വിരാജിൻ്റെ മുൻ നിലപാടുകളാണ് അവരുടെ പ്രശ്നം. ഇനി മലയാള സിനിമയിലേക്ക് വരുന്നത് ഇപ്പം നമ്മൾ ഇന്ത്യൻ സിനിമ എടുക്കുന്ന സമയത്ത് പലതരത്തിൽ ഇപ്പോൾ പത്മാവത്, PK ഒക്കെ എനിക്ക് തോന്നുന്നു റിലീജിയസ് ആയിട്ടുള്ള ഹാർമണിയെല്ലാം അല്ലെങ്കിൽ റിലീജിയനെ മോക്ക് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ കളിയാക്കുന്നു എന്നുള്ള തരത്തിലൊക്കെ PK വളരെയധികം വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന ഒരു സിനിമയാണ്. അത് പിന്നെ ഈ പറയുന്നത് പോലെ അവർ അതിനെ അതിജീവിച്ച് ആ സിനിമ ഹിറ്റാവുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ മലയാളം സിനിമ എന്ന് പറയുന്ന കോണ്ടെക്സ്റ്റിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നിർമാല്യം എന്ന് പറയുന്ന സിനിമ ഓർമ്മയുണ്ടാവും, MDയുടെ എഴുത്തിലുണ്ടായ. ഈ നിർമാല്യം സിനിമയിൽ പക്ഷേ ഇന്നത്തെ കാലത്തായിരുന്നെങ്കിൽ ഏറ്റവും കോൺട്രോവേഴ്ഷ്യൽ ആയിട്ടുള്ള അതായത് ദൈവത്തിൻ്റെ ഇതിലേക്ക് കാർക്കിച്ച് തുപ്പുന്ന ഒരു കഥാപാത്രമുള്ള ഒരു സിനിമയാണ്. ആ സിനിമയെ പോലും ഇവിടെ ഈ മലയാളികളായിട്ടുള്ള ഓഡിയൻസ് ഒരു സമയത്ത് അംഗീകരിച്ചിരുന്നതാണ്. എന്നാൽ നോക്കൂ, ഇപ്പോൾ ഒരു ചരിത്രത്തിലെ ഒരു ഏട് എടുത്ത് അത് കാട്ടുന്ന സമയത്ത് ഒരുപക്ഷേ മലയാളികൾക്ക് പൊള്ളാൻ മാത്രം അതിലുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പ്രേക്ഷകർക്കിടയിൽ ഈ ഒരു അസഹിഷ്ണുത വളർന്നു വരുന്നതായി, നിർമാല്യത്തിൽ നിന്ന് നമ്മൾ ഇവിടേക്ക് എത്തുമ്പോഴേക്ക് അതൊരു അസഹിഷ്ണുത വളർന്നു വരുന്നതായി തോന്നുന്നുണ്ടോ? ഒന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ഒരു വലിയ ഇൻഫ്ലുവൻസ് ഉണ്ട്. അതായത് ഏതെങ്കിലും ഒരു മൂലയ്ക്കിരുന്ന ഒരാൾ പറയുന്നത് നമുക്ക് ഒരുപാട് പേരിലേക്ക് എത്തിക്കാൻ പറ്റും. ഇപ്പോൾ ഒരാൾക്ക് തോന്നുന്ന അസഹിഷ്ണുതയെ അത് തോന്നിയിട്ടില്ലാത്ത ആളുകൾക്ക് പോലും ശരിയാണല്ലോ എന്ന് ചിന്തിപ്പിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു സോഴ്സ് നമുക്കുണ്ട്. രണ്ട്, സുരേഷ് ഗോപി ആണോയെന്നറിയില്ല ഒരു പബ്ലിക് മീറ്റിൽ പറഞ്ഞത്, അവർ നമ്മളെ ട്രോൾ ചെയ്ത് അതിലൂടെ നമുക്ക് വളരാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതായത് ഈ ചാനൽ ചർച്ചകളിൽ വന്ന് വെറും കോമാളിയായി മാറി ഇരട്ടപ്പേരുകളിലൂടെ അറിയപ്പെട്ടാണ് ഒരു വലിയ വിഭാഗം രാഷ്ട്രീയ നേതാക്കൾ ഇവിടെ പോപ്പുലർ ആവുന്നത്. മറ്റേ ചാനൽ ചർച്ചയൊക്കെ വളരെ സ്ട്രോങ് ആയി വന്നപ്പോൾ അങ്ങനെ ട്രോൾ ചെയ്യപ്പെട്ടും ഒക്കെ ഈ കളിയാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും അവരെയൊക്കെ ഫോളോ ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇതിനെയൊക്കെ റേറ്റ് ചെയ്യുന്നത് റിയാക്ഷൻസ് ആയിട്ടാണ്. നമ്മളിപ്പോൾ കുറ്റം പറഞ്ഞാലും നല്ലത് പറഞ്ഞാലും അവരതിൻ്റെ റേറ്റ് ചെയ്യുന്നത് റിയാക്ഷനായിട്ടാണ്. റിയാക്ഷൻസ് കൂടുമ്പോൾ അവർ ആ പോസ്റ്റ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്ന രീതിയിൽ തുറന്നു വെക്കും. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആളുകളെ കണ്ട് പരിചയമായി ഒത്തിരി പരിചയമുള്ള ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞാൽ അല്ലെങ്കിൽ അവരത് ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തോ ഇല്ലെന്ന് നമുക്കൊരു സംശയം തോന്നും. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ ഈ ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഈ ഇത്രയും റീച്ച് തരുന്ന ഒരു സാഹചര്യവും ഇവരൊക്കെ പോപ്പുലറായി മാറുകയും ചെയ്തത് ഇവരൊക്കെ പറയുന്ന ഈവൻ മണ്ടത്തരങ്ങളാണെങ്കിൽ പോലും അത് കൂടുതൽ ആളുകളിലേക്ക് എത്താനൊരു കാരണമായിട്ടുണ്ട്. പിന്നെ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ വളരെ ശക്തമായി തന്നെ രാഷ്ട്രീയ കക്ഷികളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് ഒരു സംഘടിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് സംഘടിക്കാനും പേടിപ്പിക്കാനുമായിട്ടുള്ള കാരണം ചെറിയ ചില സംഭവങ്ങളൊക്കെ മതി. ഇപ്പം ഞാൻ ഒരു കുറി തൊട്ട് നടക്കുന്നു, ആരെങ്കിലും ഒരാൾ അറിയാതെ അയാളുടെ കൈ തട്ടി എൻ്റെ കുറി മാഞ്ഞു പോയി, എനിക്കതിൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ ക്ലിപ്പ് കിട്ടിയാൽ മതി. ഒരു കുഞ്ഞ് വീഡിയോ ക്ലിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അവൻ ഏതാണ്, അവൻ്റെ ജാതി ഏതാണ്, മതം ഏതാണ്, അവൻ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ്, അവൻ എൻ്റെ കുറി മായ്ച്ചു എന്ന് പറഞ്ഞ് ഞാനൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് ഇന്ന് രാത്രിക്കുള്ളിൽ വൈറലാവുകയും ആ ഹിന്ദുവിന് കുറി തൊട്ട് നടക്കാൻ സ്വാതന്ത്ര്യമില്ലാത്തൊരു നാടായി കേരളം മാറിയെന്ന് പറഞ്ഞ് വലിയ ക്യാമ്പയിനുകൾ ഉണ്ടാവാനൊക്കെ കാരണവും ഇതിനൊക്കെ ഈ പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പുകൾ ഇവർ ഉപയോഗിക്കുന്ന രീതി ഒക്കെ കാരണമാണ്. ആരും ഫാക്ട് ചെക്ക് നടത്തുന്നില്ല, അല്ലെങ്കിൽ ഫാക്ട് ചെക്ക് നടത്തുന്ന ആളുകൾക്ക് പോപ്പുലാരിറ്റി ഇല്ല. ഈ കള്ളത്തരവും പേടിപ്പിക്കലുകളും ഒക്കെ സ്പ്രെഡ് ചെയ്യുന്നതാണ്. ഈ മതം പറഞ്ഞ് വോട്ട് പിടിക്കുന്ന ആരെയും നിങ്ങൾ എടുത്ത് നോക്കിക്കോളൂ, എല്ലാവരും പേടിപ്പിക്കുകയാണ് ചെയ്യുക. അതായത് നമ്മുടെ മതത്തിന് എന്തോ കുഴപ്പം വരാൻ പോവുകയാണ്, നമ്മുടെ മതത്തിലുള്ള ആളുകളെ മുഴുവൻ ആക്രമിക്കാൻ പോവുകയാണ് എന്ന് പറയുന്ന ഒരു പേടി ജനറേറ്റ് ചെയ്തിട്ടാണ് ഇവരിത് ഫുള്ള് റൊട്ടേറ്റ് ചെയ്യുന്നത്. പേടി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ബേസിക് നേച്ചറിലുള്ളതാണ്. നമ്മൾ പണ്ട് വേട്ടയാടിയ കാലം മുതലുള്ളതാണ്. പേടിയുള്ള എന്തെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ, ഇപ്പം ഇവിടെ ഒരു ഇഴയുന്നൊരു സൗണ്ട് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും അലേർട്ടായിരിക്കും, അതിലെപ്പോഴും നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കും. അതിൽ കാര്യമൊന്നും ഇല്ലാന്ന് തോന്നിയാലും വെറുതെ നമ്മൾ വീണ്ടും നോക്കും. നോക്കി
ഇവിടെ ഒരു പാമ്പുണ്ടെന്നുള്ള സാധ്യത ഈ പ്രദേശത്ത് വരാൻ സാധ്യതയുള്ള എല്ലാവരോടും നമ്മൾ പറയും. അതിലൊരാൾ പോവുകയാണെങ്കിൽ ചേട്ടാ ഒരു പാമ്പുണ്ട് സൂക്ഷിക്കണം എന്ന് പറയും. ഈ പേടി സ്പ്രെഡ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഇത് തന്നെയാണ് ഇവർ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഈ ഹെയ്റ്റും ഒക്കെ ഇവർക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പേടിയിൽ പൊതിഞ്ഞ് നമുക്കൊക്കെ എന്തോ വരാൻ പോകുന്നു. എല്ലാ മതം ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന എല്ലാവരും ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് പേടി ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളും കൂടി ഇതിലൊരു ഘടകമാണ്. കുറേ നാൾ കൊണ്ട് ഇവർ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇന്ന് നമ്മൾ കാണുന്ന ഈ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യാനുള്ള ഈ മാർഗ്ഗം എന്ന് പറയുന്നത് എത്രയോ വർഷങ്ങളായിട്ടുള്ള കൂട്ടായ പരിശ്രമങ്ങളിലൂടെ അവർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ അസഹിഷ്ണുത വളരാനായി സോഷ്യൽ മീഡിയ ആണ് ഒരു വലിയ ഒരു പങ്ക് വഹിക്കുന്നത്. നമുക്കിത് എല്ലാവരിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഇപ്പോൾ പണ്ട് നിർമാല്യം കണ്ടിട്ട് ഒരു പക്ഷേ തിരുവനന്തപുരത്ത് ഒരാൾ സിനിമ കണ്ടിട്ട് അയാൾക്ക് പക്ഷെ എന്നാലും ഇവരിത് എന്തീ കാണിച്ചു വെച്ചിരിക്കുന്നതെന്നൊക്കെ തോന്നും. അയാൾ കൂടിപ്പോയ ഒരു 10 പേർക്ക് കത്ത് അയക്കുമായിരിക്കും, അല്ലെങ്കിൽ ഒരു സിനിമ മാസികയിലേക്ക് അയക്കുമായിരിക്കും. അവിടെ വിവരമുള്ള ഒരു എഡിറ്റർ ഇരിപ്പുണ്ടെങ്കിൽ ഇവന് സിനിമ മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് കീറിക്കളയാം. അതേ ആൾ തന്നെ നാളെ ഒരു പുസ്തകം തന്നെ അച്ചടിച്ചിറക്കി കഴിഞ്ഞാൽ ഒരു ലോക്കൽ പബ്ലിഷർ അച്ചടിച്ചിറങ്ങി കൂടിപ്പോയാൽ 100 പേര് കാണും. ഇത് അവിടം കൊണ്ട് തീർന്നു. അല്ലെങ്കിൽ അയാളുടെ 1-2 ഡിസ്കഷൻസിലേക്കൊക്കെ പോകും, അല്ലെങ്കിൽ ഒരു നേതാവൊക്കെ കണ്ടിട്ട് പറയണം. അതിനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് കുറച്ച് വിവരമുള്ള ചിലപ്പോൾ ഒരു ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ വിചാരിച്ചാൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന കേസുകളുണ്ടാകും. ഏത് കേസിലാണ്? കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഉണ്ടായ ഒരു സംഭവത്തിൽ അന്ന് എല്ലാവരും ആ കളക്ടർ ബ്രോയുടെ ലുക്കിനെ കുറിച്ചാണ് സംസാരിച്ചത്. സംഭവം എന്താണെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. ഞാൻ ആ സമയത്ത് സമാധി കേസിൻ്റെ സമയത്ത് അന്ന് ആ കളക്ടറെ നമ്മൾ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കേണ്ടത് അയാൾ അതിനെ എങ്ങനെ പൊതിഞ്ഞ് സൂക്ഷിച്ചു എന്നുള്ളതാണ്. അത് എന്തെങ്കിലും ഒരു രീതിയിൽ പുള്ളിയുടെ കൈയടക്കം തെറ്റിപ്പോയിരുന്നെങ്കിൽ അതൊരു വലിയ കമ്മ്യൂണൽ ഇഷ്യൂ ആവുമായിരുന്നു. ആക്കാനുള്ള ശ്രമങ്ങൾ അത്രയും നടന്നിട്ടും അദ്ദേഹത്തിന് അത് ചെയ്യാൻ സാധിച്ചു. അപ്പം നമ്മൾ എന്നിട്ട് എല്ലാവരും ഡിസ്കസ് ചെയ്യുന്ന പുള്ളിയുടെ ലുക്കിനെ കുറിച്ചാണ്. അവിടെ സോഷ്യൽ മീഡിയ ഒരു പ്രശ്നമാണ്. അങ്ങനെ ചിലപ്പോൾ ഒരാൾക്ക്, വിവരമുള്ള ഒരാൾക്ക്, ഒരു സംഘടനാ തലപ്പത്തോ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ലെവലിലൊക്കെ നിൽക്കുന്ന ഒരാൾക്ക് പൊതിഞ്ഞ് തീർക്കാൻ പറ്റുന്ന ഒരു ഇഷ്യൂവിനെ ആളിക്കത്തിക്കാൻ ഇപ്പോൾ സോഷ്യൽ മീഡിയ കൊണ്ട് അവർക്ക് പറ്റും. ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായി, ആ പ്രശ്നം നമുക്ക് എത്രയും പെട്ടെന്ന് പരിഹരിക്കണം. ഒരു വോയിസ് മെസ്സേജ് ഇട്ടാൽ മതി, പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അപ്പം തന്നെ ഫോർവേഡ്. ഇത് നോക്കുന്ന പോലുമില്ല. അങ്ങനെ സ്പ്രെഡ് ചെയ്യാനുള്ള ഈ സാഹചര്യത്തിന് ഇവർ വളരെയധികം യൂസ് ചെയ്യുന്നുണ്ട്. അസഹിഷ്ണുത എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അത് സ്പ്രെഡ് ചെയ്ത് കളക്റ്റീവായി ഒരു വലിയ കാട്ടുതീയാക്കാൻ അവർക്ക് പറ്റുന്നത് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ കൊണ്ടാണ്. എമ്പുരാനെ പറ്റി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ മറന്നു പോകരുതാത്ത ഒരു സിനിമയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന കേരള സ്റ്റോറി ഇറങ്ങിയ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതലായി കേട്ടിരുന്ന, അതായത് ഇപ്പോൾ സംഘപരിവാറിൻ്റെ ഇതിൽ നിന്നുള്ള ആളുകളാണെങ്കിൽ പോലും പലയിടത്തു നിന്നും നമ്മൾ കേട്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയായി കാണണം, അല്ലെങ്കിൽ ഇതൊരു അന്ന് നമ്മൾ ചൂണ്ടിക്കാട്ടിയിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്റ്റേറ്റിനെ എന്ത് ചെയ്യുന്നതാണ്, മോശപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ്, ഇതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്ന സമയത്ത് പോലും അന്നതിനെ ന്യായീകരിക്കാൻ സിനിമയായി കാണണം, ആർട്ടിസ്റ്റിക് ഫ്രീഡം അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് വലിയ ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ഒരു കോൺട്രഡിക്ഷനാണ് പക്കയായിട്ട് ഇപ്പോൾ നടക്കുന്നത്. അതായത് എമ്പുരാൻ എത്തുന്ന സമയത്ത് ആർട്ടിസ്റ്റിക് ഫ്രീഡമോ അല്ലെങ്കിൽ ഈ പറയുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യവും ഒന്നും ഇല്ല, അവിടെ സിനിമയായി കാണുന്നില്ല എന്നുള്ള പലതരത്തിൽ പറച്ചിലുകളിലുണ്ടെങ്കിൽ പോലും അത് വരുന്നില്ല എന്നൊരു സംഭവമുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് ചാവ എന്ന് പറയുന്ന ഒരു സിനിമ അല്ലെ, ചാവ, ആ സിനിമയെ അതിപ്പോൾ എന്താണ്, നാഗ്പൂർ ഉൾപ്പെടെയുള്ള കലാപങ്ങൾ വരെ ആ സിനിമ സൃഷ്ടിക്കുകയുണ്ടായി. ഈ സിനിമകൾക്കൊന്നും അല്ലെങ്കിൽ ഒരു കലാപം സൃഷ്ടിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കാത്ത ഒരു സിനിമ, അതിനെ സിനിമയായി കാണാൻ സാധിക്കാതെ വരുന്ന ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ പറ്റി ആ ഒരു കോൺട്രഡിക്ഷൻ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ ഈ വിഷയം ഉണ്ടായ സമയത്ത് VHPയുടെ ഒരു നേതാവ് അദ്ദേഹം നന്നായിട്ട് സംസാരിച്ചു. എനിക്ക് സംസാര രീതി ഇഷ്ടപ്പെട്ടു. പക്ഷെ പുള്ളി പറയുന്ന സെൻറ്റൻസ് എന്ന് പറയുന്നത് സിനിമയെ നമുക്ക് വിമർശിക്കാം, സിനിമ നിരോധിക്കണമെന്ന് നമ്മൾ പറയുന്നില്ലല്ലോ, സിനിമയെ വിമർശിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നൊക്കെയാണ്. കുറച്ച് ആളുകൾക്ക് മുമ്പ് ഞാൻ മേപ്പടിയ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഒരു റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സിനിമയിൽ എനിക്കിഷ്ടപ്പെടാതെ പോയ ക്ലൈമാക്സ്, ഞാൻ ആ റിവ്യൂ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷെ അന്ന് ആ റിവ്യൂ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, കറുപ്പൊക്കെ കൊടുത്ത് അയ്യപ്പൻ്റെ വേഷമൊക്കെ ഇട്ടിട്ടുള്ള ഒരാൾ നായക കഥാപാത്രം മുറുക്കി തുപ്പുന്നു, മറ്റൊരാളോടുള്ള ഗ്രഡ്ജ് മുഴുവൻ തീർത്തല്ലോ എന്നുള്ള സന്തോഷത്തിൽ ആനന്ദിച്ചിരിക്കുന്നു. അയ്യപ്പൻ എന്ന് പറയുന്നത് സ്വാമിയാണ്, ഈശ്വരനാണ്. അപ്പോൾ ഉള്ളിലുള്ള എല്ലാ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾക്കും അപ്പുറം വളരാൻ സാധിക്കുന്ന, മാപ്പ് കൊടുക്കാൻ പറ്റുന്ന ഒരാളാണ്. പക്ഷേ അതേ ഡ്രസ്സ് ഇട്ടിട്ട് മാസ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത്തരം കുറേ കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ശബരിമല സ്ത്രീ പ്രവേശനമായിട്ട് ബന്ധപ്പെട്ട് അന്ന് പത്രങ്ങളിൽ വന്നൊരു ഫോട്ടോയാണ്. കറുപ്പെടുത്ത ഒരാൾ കയ്യിൽ തേങ്ങയിട്ട് ചാടി ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ തലയിലെറിയാൻ നിൽക്കുന്നത്. ആ ആറ്റിറ്റ്യൂഡിൽ നിന്നുകൊണ്ടുണ്ടാക്കിയൊരു സിനിമയാണ് എന്നുള്ളൊരു സെൻറ്റൻസാണ് ഞാൻ പറഞ്ഞത്.
ഞാൻ കേൾക്കാത്ത തെറിവാക്കുകളൊന്നുമില്ല. അന്ന് വരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ലാത്ത അത്രയും തെറികൾ. അതായത് ആ സമയത്ത് യൂട്യൂബിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കമൻറ്റ്സ് വന്നിട്ടുള്ളൊരു വീഡിയോ ആണ്. അതിനുശേഷം അവരെല്ലാവരും ആ സമയത്ത് കമൻസിൽ പറഞ്ഞത് സിനിമയായി കാണും, നീ എന്തിനാണ് ഇതിൽ രാഷ്ട്രീയം കാണുന്നത്, ഇതാണ് എല്ലാ കമൻസും വന്നത്. പക്ഷേ അന്ന് അങ്ങനെ ഒരു ആക്രമണം നടത്തിയ രാഷ്ട്രീയ ചായ്വുള്ള ആളുകൾ ഇന്നും വന്ന് ഈ സിനിമയ്ക്കും ഇത് തന്നെ ചോദിക്കുന്നു. നമ്മൾ മറ്റേ കേരള സ്റ്റോറി വരുമ്പോഴാണെങ്കിലും കാശ്മീർ ഫയൽസ് വരുമ്പോഴാണ് ഇതിനൊക്കെ സിനിമയായി മാത്രം കാണൂ എന്ന് പറയുന്ന ആളുകൾക്ക് ഇത് കാണുമ്പോൾ വിഷമം ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആൾക്കാരങ്ങ് മറന്നോളൂ എന്ന് വിചാരിക്കുന്ന കാര്യം അങ്ങനെ ഇപ്പോൾ ഇവിടെ ആരും മറക്കില്ല എന്നൊരു ഓർമ്മപ്പെടുത്തലുണ്ടാകുമ്പോൾ പൊള്ളുന്നതാണ്. ഇവർ കുറേ പണിയെടുത്തല്ലോ എന്ന് വെച്ചാൽ 2002 സംഭവം കുറേ വർഷം കൊണ്ട് മറ്റേ ഒരുപാട് ക്യാമ്പയിനുകളും മറ്റേ സ്ത്രീകളെ രക്ഷിക്കാം മറ്റതാണ് മറിച്ചാണെന്നൊക്കെ പറയുന്ന ക്യാമ്പയിനുകളൊക്കെ നടത്തി എല്ലാം ഒന്ന് മൂടി പുതച്ച് വരുമ്പോൾ ഒരാൾ കമ്പിട്ട് കുത്തി ഇത് പുറത്തെടുത്തിടുമ്പോൾ ആർക്കായാലും ഒരു വിഷമം ഉണ്ടാവും. അതാണ് ഇവരെ കൊണ്ട് ഇത് പറയിക്കുന്നത്. അതായത് അവരുടെ പ്രശ്നങ്ങൾ ആരും പറയരുത്, അവർക്ക് പറയാനുള്ളതൊക്കെ അവർ പറയും, അതിന് നമ്മൾ ആവിഷ്കാര സ്വാതന്ത്ര്യമായിട്ട് കാണണം. പക്ഷേ അവരിൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സമ്മതിക്കില്ല എന്ന് പറയും. അതാണ് ആക്ച്വലി ഇവിടെ നടക്കുന്നത്. മുരളി ഗോപി ശരിക്കൊരു കോലിട്ട് ഒരു കുത്തെടുത്തു, ആ അടിയിലുണ്ടായിരുന്നെടുത്ത് പുറത്തിട്ടു. അത് അവർക്ക് സഹിച്ചില്ല, അതാണ്. അല്ലാതെ ഇതിൽ ആവിഷ്കാരത്തിൻ്റെ വലിയ പരിപാടിയൊന്നുമില്ല. മുരളി ഗോപിയിലേക്ക് കിടക്കാം. റൈറ്റർ എന്ന തരത്തിൽ പലതരത്തിലുള്ള അദ്ദേഹത്തിന് മുൻപുള്ള സിനിമകളിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് വലിയ പൊളിറ്റിക്സുകൾ സംസാരിക്കുന്ന സിനിമകളാണ് അദ്ദേഹം പലപ്പോഴും. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിലെല്ലാം അങ്ങനെ ഒരു പൊളിറ്റിക്സ് ഉണ്ടായിരിക്കും. അദ്ദേഹം ഒരിക്കൽ ഒരു 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 പരിപാടിക്കിടയിൽ സംസാരിക്കുകയുണ്ടായി. സെൻസർഷിപ്പിനെ ആൻറ്റി ഡെമോക്രാറ്റിക് പ്രോസസ്സ് എന്നാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിക്കുന്നത്. ഒരു ആൻറ്റി ഡെമോക്രാറ്റിക് പ്രോസസ്സാണ് സെൻസർഷിപ്പ് എന്ന് പറയുകയുണ്ടായി. അതേ വ്യക്തിയുടെ സിനിമയാണ് ഇന്ന് സെൻസർ ചെയ്യപ്പെടുന്നതെന്നുള്ള ഒരു ഇതൂടെ ഉണ്ട്. മുരളി ഗോപി അതിൽ പ്രതികരിച്ചിട്ടില്ല. അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസിനാണെന്ന് തോന്നുന്നു ഒരു 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 മറുപടി നൽകിയ ഒരു സിനാറിയോ ഉണ്ട് ഒരു ഇൻ്റർവ്യൂവിനിടയ്ക്ക്. ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എഴുതുമ്പോൾ ഇത് ആരെയൊക്കെ ഭയപ്പെടുത്തും അല്ലെങ്കിൽ ആരെയൊക്കെ ബാധിക്കുമെന്ന് വരുത്തി ഞാൻ എഴുതാറില്ല. കാരണം അതെൻ്റെ തൂലികയെ അല്ലെങ്കിൽ എൻ്റെ പേനയെ ലിമിറ്റ് ചെയ്യപ്പെടും എന്ന് പറയുന്നത്, അതിനെ ബാധിക്കും, എനിക്ക് എഴുതാൻ കഴിയില്ല എന്നുള്ള തരത്തിൽ പറയുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു എഴുത്തുകാരൻ്റെ അദ്ദേഹം ഏറെ അതിലെന്തായാലും അതിനുവേണ്ടി ഒരു വലിയ സമയം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുഴുവൻ കഴിവുകളും അതിൽ എടുത്തതിന് ശേഷം ആ ഒരു സിനിമയെ ആ ഒരു വർക്കിനെ നമ്മളൊരു സിനിമയാക്കുന്നു. ആ സിനിമയ്ക്ക് ഇതേപോലെ തന്നെ അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. അത് സിനിമയാക്കി കഴിയുമ്പോൾ കുറേ പേർ അതിൽ ഖേദപ്രകടനം നടത്തുമ്പോൾ അത് ആ ഒരു എഴുത്തുകാരനോട് കാണിക്കുന്ന ഒരു അനീതിയായിട്ട് തോന്നുന്നുണ്ടോ? നമ്മൾ എഴുത്തുകാരനോട് മാത്രമല്ല, നമ്മളിപ്പോൾ ഒരുപാട് പേരോടായി അനീതി കാണിക്കുന്നു. അതിൽ ജേർണലിസ്റ്റുകളുണ്ട്, സത്യം തുറന്നു പറഞ്ഞവരുടെ വാമൂടി കെട്ടുകയും അവരെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. എഴുത്തുകാർ, ചിത്രകാരന്മാർ, ചരിത്രകാരന്മാർ, നമ്മൾ എത്ര പേരോടായി അനീതി കാണിച്ചുകൊണ്ടിരിക്കുന്നു. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നൊരു അതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യത്തിനെതിരെ നമ്മൾ സ്ഥിരമായി ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കണം. അല്ലാതെ ഒരാൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു സിനിമ കൊണ്ടോ അങ്ങനെയൊന്നും ഇതിനൊരു മാറ്റം ഉണ്ടാവില്ല. ഇനിയും ഒരുപാട് ശബ്ദം ഉയരേണ്ടിയിരിക്കുന്നു. അൾട്ടിമേറ്റ്ലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ പ്രൊഡ്യൂസർ പൈസ മുടക്കി, സ്ക്രിപ്റ്റ് റൈറ്ററിൽ നിന്ന് വാങ്ങിച്ചു, ഡയറക്ടർ പണിയെടുത്ത് കൊടുത്തു, നടനൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, അത് ആ പ്രൊഡ്യൂസറിൻ്റെയാണ്. ആ പ്രൊഡ്യൂസറിന് ഇഷ്ടമുള്ളതുപോലെ അത് സെൻസർ ചെയ്യാം, കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കലാകാരനോട് അല്ലെങ്കിൽ എഴുത്തുകാരനോട്, സാഹിത്യകാരനോട് നമ്മൾ ചെയ്യുന്ന ഒരു നീതികേടുണ്ട്. അത് പക്ഷേ അതൊരു ഭരണകൂട ഭീകരതയുടെ ഭാഗമാണ്. അതിന് നമുക്കൊരു ചെറിയൊരു അത് ഭയങ്കര മോശമായിപ്പോയി എന്ന് പറയുന്ന പോലെയല്ല, അത് എത്ര ഭീകരമായിട്ടുള്ളൊരവസ്ഥയാണത് കാണിക്കുന്നത്. അതും ഡയറക്റ്റായിട്ട് ഇവിടെ ഇടപെട്ടിട്ട് പോലുമില്ല. അതായത് ഇൻഡയറക്റ്റായി ഭയപ്പെടുത്തി ഒരു മാറ്റം വരുത്താൻ സാധിച്ചു എന്നുള്ളത് അത്രയും ഭീകരത ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നാളെ ഇതുപോലൊരു ഒരു രാഷ്ട്രീയം സംസാരിക്കുന്ന ഒരു സിനിമയെക്കുറിച്ച് എത്ര പേർ ചിന്തിക്കും? ഇത് കൊമേഴ്ഷ്യലി ഇത് വിറ്റ് പോകണമല്ലോ. അപ്പോൾ എത്ര പേര് ഇനി ചിന്തിക്കും? എത്ര പേര് അങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കിയാൽ തന്നെ അതിലവർക്ക് എന്ത് ധൈര്യമാണ് ഉണ്ടാവുക? ആൻഡ് സെൻസർ ബോർഡ് ഇപ്പോൾ അവർ നേരിടുന്ന വിമർശനങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇനി സിനിമകൾ വരുമ്പോൾ അവർ ആവശ്യത്തിൽ കൂടുതൽ അതിൽ കൈകടത്താൻ തുടങ്ങും. അതായത് ഓൾറെഡി നമ്മുടെ സെൻസർ ബോർഡിൻ്റെ കൈകടത്തൽ വളരെ കൂടുതലാണെന്ന് വിമർശനങ്ങളുള്ളപ്പോൾ ഇനി അവർ കൂടുതൽ ശക്തമായി ഈ പറയുന്ന രാഷ്ട്രീയ വിഷയം സംസാരിക്കുന്ന സിനിമകളെ കൂടുതൽ ശക്തമായി സെൻസർ ചെയ്യുമെന്ന് പറയുമ്പോൾ അതൊരു ശോഭനമായ ഭാവിയല്ല. നമ്മൾ ഈ ഒരു സിനിമയെപ്പറ്റി പറയുന്ന സമയത്ത് തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു സിനിമയാണ് മെർസലും വിജയും. മെർസലിൻ്റെ സമയത്ത് അല്ലെങ്കിൽ വിജയുടെ കുറച്ചും പിന്നിലേക്കുള്ള സിനിമ, രാഷ്ട്രീയ പ്രവേശനത്തിന് മുന്നേ ഒക്കെയുള്ള കുറച്ച് സിനിമകളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ
അതിഭയങ്കരമായ കടന്നാക്രമണങ്ങൾ സെൻട്രൽ ഗവൺമെന്റിനെതിരെയായിട്ടൊക്കെ നടത്തിയിട്ടുള്ള സിനിമകളാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു മെർസലിൻ്റെതാണെന്നാണ് ഞാൻ വായിച്ച് അറിഞ്ഞൊരു സംഭവമാണ്. ആ സമയത്ത് വിജയ്ക്കെതിരെ വലിയ ഒരു ക്യാമ്പയിനും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന സമയത്ത് വിജയ് അതിന് മറുപടിയായിട്ട് മീശ വിരിക്കുന്നൊരു ചിത്രമാണ് കൊടുത്തതെന്നും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പേര് ജോസഫ് വിജയ് എന്നാണ് എന്ന് എടുത്തു പറഞ്ഞ ആളുകൾ അങ്ങനെ ഒരു കോലാഹലം സൃഷ്ടിക്കാൻ ശ്രമിച്ച സമയത്ത് വിജയ് എന്ത് ചെയ്യുന്നു, ഒരു നന്ദി കുറിപ്പായിട്ട് എഴുതുന്ന സമയത്ത് ലാസ്റ്റ് പൂർണ്ണരൂപം എഴുതുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയും ഹാൻഡിൽ ചെയ്തിട്ടുള്ള ഒരു ഇതുണ്ട്. ഇങ്ങനെ ഒരു കമ്പാരിസൺ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ എമ്പുരാൻ്റെ ഒരു ക്രൂവിനും ഒരുപക്ഷെ ഇങ്ങനെ ഒരു സാധ്യമായിരുന്നില്ല ഇങ്ങനെ ഒരു രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യാൻ. അത് ഈ പറഞ്ഞ പോലെ ഒന്ന് പാൻ ഇന്ത്യൻ ലെവലിൽ റിലീസ് ചെയ്തിരിക്കുന്ന ഒരു സിനിമ, പിന്നെ ഈ പറയുന്ന ബിസിനസ് ചെയ്യുന്ന കോർപ്പറേറ്റുകൾ പൈസ മുടക്കുന്ന ഒരു സിനിമ എന്ന് പറയുമ്പോൾ അവർക്ക് ഓഫ് കോഴ്സ് അവർക്ക് ലാഭത്തിൻ്റെ അപ്പുറത്തേക്ക് വലിയ അല്ലെങ്കിൽ ഇതിൽ നഷ്ടം വരാതെ എങ്ങനെയെങ്കിലും ഒന്ന് ഊരിയെടുക്കുക എന്ന് പറയുന്ന പോലത്തെ കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. പ്രൊഡക്ഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായൊരു എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ മോഹൻലാൽ എന്ന് പറയുന്ന അഭിനേതാവ്, അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ള ആളുകൾ അവിടെ നിന്നൊരു പ്രഷർ ഉണ്ടായിട്ടുണ്ടാവാം. അതിനപ്പുറം എനിക്ക് തോന്നുന്നു ഇതൊരു കോർപ്പറേറ്റ് ലെവലിൽ ഉണ്ടായിട്ടുള്ളൊരു പ്രഷർ തന്നെയാണ്. നമ്മൾ ഇത്രയും പണം മുടക്കി നമുക്കിത് ഇത്രയും ദിവസം ഓടിച്ചേ പറ്റൂ. ഇതൊരു കുറേയും കൂടി ശക്തമായിട്ടുള്ള ഹീറ്റ് ക്യാമ്പയിനായിട്ട് മാറുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ കേരളത്തിന് പുറത്ത് ദാളി കത്തിക്കാൻ അവർക്ക് പറ്റിയേക്കും. അപ്പോൾ ഉണ്ടാകുന്നൊരു എന്താ പറയുക, ആ ഒരു അപകടാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമായിരിക്കും ഒന്ന്. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമുക്കിപ്പോൾ അങ്ങനെ നോക്കിക്കാണാനേ വഴിയുള്ളൂ. ഇനി വരാൻ പോകുന്ന എമ്പുരാൻ പുതിയ വേർഷനിലേക്കാണ് കടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു പക്ഷെ നമ്മൾ എത്രത്തോളം കട്ട് ചെയ്യപ്പെടും എന്ന് നമുക്കറിയില്ല ഇപ്പോഴും. പക്ഷെ അങ്ങനെ വരികയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും ഈ സെൻസർഷിപ്പ് ഈ സിനിമയെ ബാധിക്കുക എന്നാണ് ഞാൻ ഇതുവരെയുള്ള വാർത്തകളിൽ നിന്ന്, അതായത് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയം വരെയുള്ള വാർത്തകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ ഉപയോഗിച്ചിട്ടുള്ള പേര് മാറ്റം അതൊരു റിയൽ വ്യക്തിയുടെ ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരാളുടെ ആണെന്നുള്ളതുകൊണ്ട് മെയിൻ വില്ലൻ്റെ പേരാണ് മാറ്റുന്നത്. അപ്പം മാറ്റിയ പേരെന്താണെന്നുള്ളത് നാട്ടുകാർക്ക് എന്തായാലും അറിയായിരിക്കും. കണ്ടിട്ടുള്ളവരെല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യും. എനിവേ ആ പേര് മാറ്റുമെന്ന് പറയുന്നു. ആ പേരൊരു 4 അക്ഷരമുള്ള പേരാണ്. അപ്പോൾ അത് ഉച്ചരിക്കാൻ വേണ്ടുന്ന ഒരു 2 സെക്കൻഡ് സമയമുണ്ടാകും. ആ 2 സെക്കൻഡ് വെച്ച് ഒരു 20-30 പ്രാവശ്യം അത് പറയുന്നുണ്ടെങ്കിൽ എന്തായാലും 1-1.5 മിനിറ്റ് പേര് റീപ്ലേസ് ചെയ്യുമ്പോൾ തന്നെ മാറി. പിന്നെ അതിലൊരു റേപ്പ് സീൻ കാണിക്കുന്നുണ്ട്, അത് അവർ കട്ട് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയാണ് ഞാൻ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അത്രയൊക്കെ അതിൽ നിന്ന് കട്ട് ചെയ്യപ്പെടുന്നുള്ളൂ എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാര്യം ലെങ്ത്ത് ഈ സെൻസർഷിപ്പിന് ശേഷം വലിയ മാറ്റം വരുന്നില്ല, 2-3 മിനിറ്റ് വ്യത്യാസമേ വരുന്നുള്ളൂ. കാതലായ ഒരു മാറ്റം സിനിമയ്ക്ക് സംഭവിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. പിന്നെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇങ്ങനെ ഒന്ന് എഡിറ്റ് ചെയ്യുമ്പോൾ ബഹളം ഉണ്ടാക്കിയവർക്കൊരു ആശ്വാസം കിട്ടും. അതേപോലെ എന്തോ ഒന്ന് ചെയ്തല്ലോ എന്ന് പറയുന്ന പോലത്തെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം പെട്ടെന്ന് അവർ ബുദ്ധിമുട്ടായി പറയാൻ സാധ്യതയുള്ള, നാളെ ഒരു നിയമപ്രശ്നമായി മുന്നോട്ട് വരാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങൾ മാറ്റുക എന്നുള്ളതായിരിക്കും അവരൊരു പക്ഷേ ചെയ്തിട്ടുണ്ടാവുക. അല്ലാതെ എന്തെങ്കിലും മാറ്റിക്കഴിഞ്ഞാൽ ആ സിനിമയുടെ ആത്മാവെന്ന് പറയുന്നത് ആദ്യത്തെ ഒരു മണിക്കൂറോളം വരുന്ന സമയമാണ്. അത് ഈ പറയുന്ന ഗുജറാത്ത് കലാപമാണെങ്കിലും അതിനുശേഷം നമ്മുടെ അബ്രാം ഖുറേഷിയുടെ ഇൻട്രൊഡക്ഷൻ ആണെങ്കിലും ഇതൊക്കെയാണ് ആ സിനിമയുടെ ആത്മാവെന്ന് പറയുന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ആസ് എ സിനിമാ സ്നേഹി എനിക്കതൊരു വെറും ഒരു പ്രതികാര കഥയായിപ്പോയി. അതിലെ ഫൈറ്റ് സീക്വൻസുകളാണെങ്കിലും അവരെടുത്ത് വെച്ചിരിക്കുന്നതൊക്കെ ആവർത്തിച്ച് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. സിനിമയുടെ ഒരു എസൻസ് ഇരിക്കുന്നത് അവർ മുടക്കിയ പൈസയ്ക്ക് കാണാനുള്ളതുണ്ട് എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വരുന്നത് ഈ പറയുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. അവിടെ കത്തി വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ എമ്പുരാൻ്റെ ആത്മാവ് പോകും. കാര്യം അത്രയൊക്കെ കാണിച്ചിട്ട് പോലും ക്ലൈമാക്സ് ഫൈറ്റ് എനിക്ക് ജസ്റ്റിഫൈ ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തില്ല. അതിൽ നിന്നും കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ക്ലൈമാക്സ് ഫൈറ്റ് എന്ന് പറയുന്നൊരു ചോദ്യം തന്നെ വന്നേക്കാം. അറിയില്ല, എന്തായാലും സെൻസർ ചെയ്തിട്ട് അതിന് ശേഷമുള്ളത് കാണണം. കണ്ടതിന് ശേഷം നമുക്കത് പറയാൻ പറ്റുള്ളൂ വൃത്തിയായിട്ട്. അതിനെപ്പറ്റി സംസാരിക്കണം. അപ്പോൾ ഇത്രയും നേരം നമുക്കപ്പം നമ്മൾ വലിയൊരു എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയെ പറ്റി മാത്രമല്ല കൂടുതൽ അതിനപ്പുറത്തേക്കുള്ള വരും വരായികളെ പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചു. അതിനൊപ്പം നമുക്ക് ഇത്രയും സമയം നമുക്കപ്പം ചിലവഴിച്ചത് എനിക്ക് നന്ദി.